യെസ്, ജന്തർ മന്ദറിൽ നിന്ന് തത്സമയം ലാൽകുമാറും തൗഫീഖ് അസ്ലം കൂടി ചേരുന്നുണ്ട്. ലാൽകുമാറിലേക്ക് ആദ്യം. ലാൽ, ഇപ്പോൾ വളരെ സമാധാനപരമായി പ്രതിഷേധം നടത്തിയിരുന്ന വിദ്യാർത്ഥികളെ കായികമായി നേരിട്ടുകൊണ്ട് ലാത്തി ഉപയോഗിച്ച് തല്ലി ഓടിച്ച് എങ്ങോട്ടേക്കാണ് ഡൽഹി പോലീസ് മാറ്റിയിരിക്കുന്നത്? പ്രതിഷേധക്കാർ നിലവിൽ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? സമരപ്പന്തൽ പൊളിച്ചു നീക്കിയതോടെ ഈ സമരക്കാർ ഈ കേരള ഹൗസിന് മുന്നിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സമരക്കാരെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. അവർ മറ്റു രീതിയിൽ സമരത്തെ നേരിടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സമരക്കാരുമായി അവർ മുഖാമുഖം നിൽക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു സംഘർഷാവസ്ഥ കേരള ഹൗസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ പോലീസായാലും റാപ്പിഡ് ഫോഴ്സ് ആയാലും സമരക്കാരുമായി ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ സമരക്കാർ അവരോട് പ്രകോപനമായ രീതിയിൽ സംസാരിക്കുന്നു. ആ രീതിയിൽ അവരെ ഓടിക്കുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അടിച്ചോടിക്കുന്നു. ആ രീതിയിലേക്ക് സമരം മാറുകയാണ്. ഇത് ഏത് രീതിയിലാണ് അവസാനിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇനി സമരപ്പന്തൽ പൊളിച്ചു നീക്കിയ ഘട്ടത്തിൽ ഇനി സമരം എങ്ങോട്ട് മാറ്റും, അല്ലെങ്കിൽ ഇനിയത്തെ ലക്ഷ്യം ഈ സന്ധി കഴിഞ്ഞാലുള്ള ഈ സമരം ഏത് രീതിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ളവ പോലീസ് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അത് ഏത് നിമിഷം പ്രയോഗിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വിനീഷ.